ആൽമരക്കൊമ്പെ തൂങ്ങാൻ കയറി. വാ വേഗം വാ വാ. ഇറങ്ങി വാ. ഇറങ്ങി വാ. എന്താ ഈ കാണിക്കുന്നത്? ഇറങ്ങി വാ. അച്ഛൻ ഇപ്പൊ തൂങ്ങരുത്. എന്റെ ഭാവി ഇപ്പോഴും അച്ഛന്റെ കയ്യിലാ. അച്ഛന്റെ പൊന്നുമോ കണ്ണപ്പനാച്ച പറയുന്നത്. അച്ഛൻ തൂങ്ങരുത്. ഇറങ്ങി വാ. അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഏറെ മകൻ ഞാനാണ്. അച്ഛന്റെ കാല് തൊട്ട് വന്നിട്ട് വേണം അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് ഗോതലേക്ക് കയറാൻ. ഈ രാജപ്പൻ പേരുന്ന അച്ഛനെ പോലെ ഒരു ദാതയാണെന്ന് അച്ഛൻ ആഗ്രഹില്ലേ? അച്ഛൻ ഇപ്പൊ തൂങ്ങരുത്. കണ്ണപ്പന പറയുന്നത് തൂങ്ങരുത്. ഇറങ്ങി വാ. അവന്റെ ഒരു അഭ്യർത്ഥന. എന്റെ അച്ഛനെ താഴെ ഇറക്കാൻ നിന്റെ അഭ്യർത്ഥന ഒരാവശ്യമില്ല. നിന്റെ അച്ഛനോ? എന്റെ അച്ഛനായ പിന്നീട് അച്ഛൻ നിന്റെ അച്ഛനായത്. എന്നിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഇറങ്ങണത്. അത് നീ ഒന്ന് പറഞ്ഞു കാണട്ടെ. അച്ഛൻ ഇറങ്ങി വാ. അച്ഛൻ ഇറങ്ങല്ലേ? അച്ഛൻ ഇറങ്ങി വാ. അച്ഛൻ ഇറങ്ങല്ലേ? അച്ഛനും കണ്ണപ്പന അച്ഛൻ പറയുന്നത് ഇറങ്ങി വാ. അച്ഛനും രാജപ്പന പറഞ്ഞ ഇറങ്ങല്ലേ? കേട്ടോണം. ഞാനാണ് പറഞ്ഞത്. ഞാൻ തൂങ്ങി. അയ്യോ അടുത്തേന് കയറണ്ടേ? കയറി ചത്തുപോവേ. കിട്ടിയടാ രമണ, കിട്ടി. എന്ത് പുതുമയുള്ളതും നാട്ടുകാർക്ക് താല്പര്യമുള്ളതുമായ ഒരു പുതിയ പരിപാടിയില്ലേ നമുക്ക് വേണ്ടത്? അതിന് എടാ ഒരച്ഛന്റെ രണ്ട് മക്കളെ കണ്ണപ്പനും രാജപ്പനും തമ്മിലുള്ള ഗുസ്തി മത്സരം നടക്കുന്ന കാര്യമല്ല ബ്രഹ്മണിയനാ. അവന്മാർ തമ്മിൽ ചേരും. എടാ ചേരും, അല്ലെങ്കിൽ ചേർക്കും. അതിനൊരു വഴിയുണ്ട്. എന്ത്? ഫയൽമാൻ ഫൽഗുണൻ പിള്ളയുടെ പേരിലുള്ള പുരുഷശ്രീ അവാർഡിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും. അയ്യോ അയ്യോ പതുക്കെ. അയ്യോ അമ്മേ. അയ്യോ നാട്ടുകാർക്ക് ഇപ്പൊ ഒരു കളിതമാശയായി. അച്ഛന് വയസ്സുകാലത്ത് ഇതിലേക്ക് വല്ല കാര്യമുണ്ടോ? നീ പോടാ. എല്ലാം എന്റെ തലയിലെടുത്ത്. എടേ തലയിലെടുത്ത് തിരിഞ്ഞു പോയതേ എന്റെയാ. അന്ന് ഗോവിന്ദരാജപുരത്തെ ഗുസ്തിക്ക് ഫയൽമാൻ ഫൽഗുനം പിള്ള ചെന്നപ്പോഴേ സ്വീകരിച്ചോണ്ട് പോകാൻ നിന്റെ അനിയൻ ആ മാർത്താണ്ഡം പിള്ള വന്നപ്പോഴാ എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയത്. അതിനെന്താ ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നില്ലേ? എടേ നന്നായിട്ട് ജീവിക്കുന്നത് ഞാനല്ല, അവനാ. നിന്നെയും നിന്റെ ചേച്ചിയും എന്റെ തലയിൽ കെട്ടിവെച്ചേച്ച് നായ്ക്കുള്ള വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി ആ വീട് സ്വന്തമാക്കി ജീവിക്കുന്നത് ആ ദുഷ്ടനാ. ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നെ നേച്ചിരിക്കുക. എന്നെ പിന്നാക്കൊരു പ്രശ്നമല്ല. തൊട്ടുപോരുത്. അച്ഛനോട് സുഖമില്ലാണ്ടിരിക്കുക. കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ മാത്രം സ്വത്തല്ലല്ലോ. എന്റെ അമ്മ അവിടെ കാത്തിരിപ്പുണ്ട്. എടുത്ത് കേട്ടടാ. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ പറയാ, ഫൽഗുനം ചേട്ടൻ ആഴ്ചയുടെ ആദ്യത്തെ 3 ദിവസം രാജപ്പന്റെ വീട്ടിലല്ലേ, പിന്നത്തെ 3 ദിവസം നിങ്ങളുടെ വീട്ടിലും. ഇന്ന് ഞായറാഴ്ച ഫൽഗുനം ചേട്ടൻ ഫ്രീ. കള്ള് ഷാപ്പിൽ താമസിക്കേണ്ട ദിവസമാ. ഈ സ്ഥിതിയിൽ അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് പിള്ളച്ചേട്ടന് ഇഷ്ടമുള്ളത് പോവാം. തനിക്കിവിടെ എന്താ കാര്യം? കണ്ണപ്പാ, ഒരു പഞ്ചായത്ത് മെമ്പറാണ് നീ സംസാരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ ചിരകാല മെമ്പർ എന്ന നിലയിൽ ഈ പഞ്ചായത്തിലെ ഓരോ വീട്ടിലെയും പ്രശ്നത്തിൽ തലയിടാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ആ തലയും കൊണ്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ ചവിട്ടി പുറത്താക്കാൻ ഞാൻ. അച്ഛനെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അച്ഛനെ ഞാൻ കൊണ്ടുപോകും. എനിക്ക് അവർ കൊണ്ടുപോട്ടെ. അമ്മ ഇവ കണ്ണപ്പാ എനിക്കച്ചാ പോകുന്ന വഴിക്ക് കള്ള് ഷാപ്പിന്റെ മുമ്പിൽ വണ്ടി ഒന്ന് നിർത്തണം. വണ്ടി എവിടെ വേണമെങ്കിൽ കേട്ടടാ. അയ്യോ 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 തലമുട്ടല്ലേ തലമുട്ടല്ലേ മുട്ടല്ലേ. ഇങ്ങോട്ട് ഇട്ട് കളയല്ലേ. അങ്ങനെ എല്ലാരും പൊക്കോ. ഇപ്പൊ എങ്ങനെ കുറവുണ്ടോ? ഒരാഴ്ച എന്താ വേണോ? അതല്ല വേദന കുറവുണ്ടോന്ന്. ഇല്ലെങ്കിൽ നീ കുറച്ച് തരുമോ? എന്താ ഇത്രയും താമസിച്ചേ? വരുന്ന വഴി പഴനിയിൽ ഇറങ്ങി തലയൊന്നും മുട്ടയടിച്ചു. ശരിക്കും മോന്തിട്ടുണ്ടല്ലേ? എനിക്ക് നിക്കാൻ വയ്യ. എടാ രാജപ്പ, അച്ഛൻ എടുക്കാൻ ചെന്നപ്പോ കണ്ണപ്പൻ ഉടക്കിയില്ലേ?
ആദ്യം ഒന്ന് ഇടയ്ക്ക് നോക്കി പക്ഷെ ചീറ്റിപ്പോയി. അതെ എന്റെ അടുത്ത് ഇറക്കാം അവന്റെ വിളച്ചില്. കാരണം നോക്കി ഒന്ന് കൊടുത്ത്. അവൻ പൂച്ചയാണെങ്കിൽ ഞാൻ പുലിയാണ് പൂലി. അത് തന്നെത്താൻ പറഞ്ഞാ പോരാ, നാട്ടുകാർ പറയണം. എന്താ സംശയം ഉണ്ട്. നിനക്ക് ഈ പറച്ചിലല്ലാതെ കാര്യത്തിൽ കേവലം കണ്ണപ്പൻ തന്നെയാ എന്നാണ് നാട്ടുകാരുടെ പൊതുവെ ഉള്ള ഒരു സംസാരം. അതുമല്ല പിള്ളച്ചേട്ടന്റെ വീറും വാശിയെ കിട്ടിയിരിക്കുന്ന കണ്ണപ്പനാണെന്ന്. ഏത് അരിഞ്ഞ കിട്ടണ്ടെന്ന് പറഞ്ഞത്? പറയുന്ന നാട്ടുകാരാണെങ്കിലും ഇളക്കി വിടുന്ന അവരുടെ തള്ളയാ ആ ഗോമതിയമ്മ. അവരിളക്ക് ഞാൻ മാറ്റണ്ട്. മാറ്റണം, മാറ്റിയേ പറ്റൂ. അതിനുള്ള വകുപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് വകുപ്പ്? വാ പറയാം. യുവജനവേദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ഫയൽമാൻ ഫൽഗുണൻ പിള്ളയുടെ പേരിലുള്ള പുരുഷശ്രീ അവാർഡിന് വേണ്ടിയുള്ള വമ്പിച്ച ഗുസ്തി മത്സരം. കണ്ണപ്പൻ ഫയൽവാനും രാജപ്പൻ ഫയൽവാനും തമ്മിലുള്ള മത്സരം. ഇതാണ് നിന്റെ വകുപ്പ്. എടാ കണ്ണപ്പനോട് കുസ്തി പിടിക്കാൻ നിന്റെ മദ്ദളം വരും. എടാ അവനോട് കുസ്തി പിടിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാണ് പട്ടി. ഇത് തന്നെ കണ്ണപ്പനും പറഞ്ഞു. നിന്നോട് മത്സരിച്ച് ജയിക്കുന്നതിനേക്കാൾ തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. എന്നാ അവൻ പറഞ്ഞോ? പറഞ്ഞതല്ല, പറയിപ്പിച്ചതാ ആ ഗോമതിയമ്മ. എടാ രാജപ്പ, ഇതിങ്ങനെ വിട്ടുകൊടുക്കരുത്. ഈ പറയുന്ന അവളുടെയും നാട്ടുകാരുടെയും വായ നീ മൂടി കെട്ടണം. എടാ അമ്മണിക്കുട്ട, നീ ചെന്ന് പറഞ്ഞേര് അവനോട് തലയോടും. ഈ മത്സരത്തിൽ എന്റെ മോൻ ജയിച്ചില്ലെങ്കിൽ ഇവന്റെ തല ഞാൻ മൊട്ടടിക്കുന്നു. അതേടാ, നിന്റെ അമ്മ തന്നെ ഈ പറയുന്നത്. അച്ഛന്റെ മോനാണ് നീയെങ്കിൽ നീ അത് കാണിച്ചു കൊടുക്കണം. എന്റെ മുട്ട അടിക്കുന്നു അല്ല, പിന്നെ കണ്ണപ്പൻ മൊട്ടയിടുന്നത്. അതെ, ഫയൽമാൻ ഫൽഗുണം പുള്ളിയുടെ മകനാണ് ഈ രാജപ്പനെങ്കിൽ ഈ പുരുഷശ്രീ അവാർഡും കൊണ്ട് രാജപ്പൻ ഈ പഠിച്ച വിട്ടു. ഇത് സത്യം സത്യം സത്യം. മേലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ പടി ചവിട്ടിയ എല്ലാത്തിന്റെ കാര്യം തല്ലി ഓടിക്കും. ഇങ്ങനെ വാചോടിക്കല്ല, നിന്നെ കൊണ്ട് ഒരു പുല്ലും ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, അവൻ പറഞ്ഞ രാജപ്പൻ. ഒരുത്തന്റെ രോമം പോലും നിന്നെ കൊണ്ട് പറിക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. ആ ധൈര്യത്തിലല്ലേ കുസ്തിക്ക് നിന്നെ വെല്ലുവിളിക്കും. അവനോട് ചെന്ന് പറഞ്ഞേക്കണം അവനുമായിട്ട് കുസ്തി പിടിക്കണമെങ്കിൽ ഈ കണ്ണപ്പൻ 2 കണ്ടൊക്കെ ജനിക്കണമെന്ന്. അതിന് അങ്ങോട്ടെന്ന് പറയണമെന്നില്ല, അവൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല പറയണ്ട, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഗുസ്തിക്ക് സുലൈമാനോട് ഏറ്റുമുട്ടുന്ന രായപ്പൻ പറഞ്ഞു. ഏത് സുലൈമാൻ? പുതുക്കൻ രാഘവനെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച പൂപ്പള്ളി സുലൈമാൻ. നീ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂപ്പള്ളി സുലൈമാനുമായിട്ട് ഏറ്റുമുട്ടുന്ന നമ്മുടെ ഞരന്ത് രാജപ്പന്റെ കാര്യം ആലോചിച്ച് ചിരിച്ചു പോയതാടാ. കണ്ണപ്പനോട് മത്സരത്തിൽ ജയിക്കുന്നതിനേക്കാൾ സുലൈമാനോട് മത്സരത്തിൽ തോക്കുന്നതാണ് അന്തസ്നോ പറഞ്ഞു. അറിയാമോ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? രായപ്പനോട് ഏറ്റുമുട്ടിയാൽ നീ തോറ്റ് തുല്യം പാടും. വാ സുലൈമാനെ കാണാൻ പോ. എന്നാ മത്സരം? അതൊന്നും തീരുമാനമായില്ല, ആവുമ്പോ പറയാം. എടാ, രാജപ്പൻ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നിന്നൊന്ന് ഇളക്കിയതല്ലേ. ഞാൻ മത്സരിക്കില്ല എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോടാ? മത്സരം എന്ന്, എവിടെ വെച്ചെപ്പോ? 5/4/96 കല്ലിടാങ്ങുന്ന മൈതാനത്ത് രാവിലെ 10 മണിക്ക്. കൊടുകൈ വെരികൈ. പിടിക്കല്ലേ? വേറൊരു ഐഡിയ ഉണ്ട്. ഇതാണോ അതിന്റെ പുതുമയുള്ള പരിപാടി? എന്താടാ அலர்ச்ச? சொன்னக்காக பொண்ணு பாக்குறதுக்காக வேண்டி மாப்பிள்ளை வீட்டுக்காரங்க கார்ல வந்துகிட்டு இருக்காங்க. நாங்க குறுக்கோயா ஓடியாட்டோம். നീ അവരോട് വല്ലതും പറഞ്ഞോ? இந்த அரமனை வீடும் 500 ஏக்கரும் ஐயாவுக்கு சொந்தமல்ல. தஞ்சாவூர்ல வேலுமணி நாய்க்கார ஐயாவோட மகனா. நாய்க்கார ஐயாவும் பொண்டாட்டியும் சத்த வரகு ஐயா எல்லாமே கையடக்கி வச்சிருக்காரு அப்படின்னு நான் சொல்லவே இல்லை. സ്വത്തെല്ലാം എനിക്കുള്ളതാ. അതിരിക്കട്ടെ, ഈ കഴിവനേതാ? ചെറുക്കന്റെ അച്ഛനാ. അയ്യോ, അറിഞ്ഞില്ല. ചെറുക്കണത് എടുക്കാമെന്ന് തോന്നുന്നു. വരാൻ പറയാ. കനകം. എങ്ങനെയുണ്ട് പേര്? ആഹാ, മടിച്ചു നിൽക്കുകയാണോ? ഇനി പുറത്തേക്ക് വന്നോളൂ. വലിയ നാണക്കാരിയാ.
എന്റെ ഭാര്യ കനകം. ഓ എന്നാ രാഹുകാലത്തിന് മുമ്പ് ചടങ്ങ് നടന്നോട്ടെ. മോളെ വിളിക്ക. ആവ് കനകം സ്വർണത്തിന് വിളിക്കുക. സ്വർണം എന്റെ മകളായതുകൊണ്ട് പറയുകയല്ല, പൊക്കി പറയുകയുമല്ല. ഭയങ്കര ബുദ്ധിയാ. അവൾക്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ എന്റെ ബുദ്ധിയാ. സ്വർണ്ണേ ഇതിലേതാച്ചാ എന്റെ ചെറുക്കൻ?